ഹായ് ഓൾ. അപ്പോൾ ഞാനിന്നുള്ളത് നമ്മുടെ ഹംഗ്രി മിറാൾ എക്സ്പ്രസ്സിലാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് ബ്ലോഗറാണ് ഈ ചേട്ടൻ. അപ്പോൾ മിറാൾ ചേട്ടൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കണേണ്, അല്ലെങ്കിൽ ഓൺ എയറിലാണെന്നും പറയാം. ചേട്ടനൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് എൻ്റെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ ഒരു പ്രാവശ്യം എടപ്പള്ളി പോയായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ ബ്ലോഗിൻ്റെ അവസാനം പറയാം. ഫാമിലിയായിട്ട് കഴിക്കാൻ പോയതിൻ്റെ. ഞാനുള്ളത് വടക്കേക്കോട്ടയിലെ മെട്രോ പില്ലറിൻ്റെ താഴെയായിട്ടുള്ള ഔട്ട്ലെറ്റിലാണ്. അപ്പോൾ ഇവിടെ ഈച്ച ഉണ്ടെന്നൊക്കെ ആരാണ്ടൊക്കെ പറയണ്ടായിരുന്നു. ഈച്ച പോയിട്ട് ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും ഞാനിവിടെ കണ്ടില്ലായിരുന്നു. ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. നോർമൽ റെസ്റ്റോറൻറ്റിലുള്ള തിരക്ക് പോലും ഇല്ല. എന്തൊക്കെയോ വെപ്പുണ്ട്. ഏറ്റവും കൂടുതൽ ബിരിയാണി വിൽക്കുന്ന ഷോപ്പാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും അറിയണ പോലെ സെൽഫ് സർവീസാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ബില്ല് കൊടുത്ത് നമ്മൾ തന്നെ ഫുഡ് സെൽഫായിട്ട് പോയി എടുത്ത് കഴിക്കണം. അതൊക്കെ ഓക്കെ. പക്ഷേ ഏറ്റവും ആദ്യം പറയാനുള്ളത്, നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും പോയി നമ്മൾ തന്നെ പോയി എടുത്ത് വെക്കണമെന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. ഈ വെള്ളം നിറച്ച് എല്ലാ ടേബിളിലും വെക്കണത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ വെള്ളം എടുക്കാൻ വേണ്ടി അങ്ങാടും ഇങ്ങാടും കുറേ പ്രാവശ്യമൊക്കെ നടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ കഴിക്കാൻ വന്നിട്ട്. ഇനി ഞങ്ങൾ ഓർഡർ ചെയ്ത കാര്യത്തിലേക്ക് കിടക്കാം. ഞങ്ങൾ ഓർഡർ ചെയ്തത് കപ്പയും കാന്താരി ചമ്മന്തിയുമായിരുന്നു. ഒരു സ്മോൾ പോർഷൻ കപ്പയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ ഒപ്പം കാന്താരി ചമ്മന്തിക്കും എക്സ്ട്രാ പൈസ കൊടുത്തായിരുന്നു. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് കപ്പ തന്നത്. പിന്നെ ഓർഡർ ചെയ്തത് ഫ്രൈ ദം ബിരിയാണി ആയിരുന്നു. വിത്തൗട്ട് റൈത്ത പിക്കിള് 154 ആണ് റേറ്റ്. ഹാഫ് പോർഷൻ്റെ റേറ്റാണ് പറഞ്ഞത് കേട്ടോ. ഒരു പീസേ ഉണ്ടാവുള്ളൂ. സാധാരണ ഒരു നോർമലായിട്ടുള്ള കടയിൽ 2 പീസ് ചിക്കൻ, റൈത്ത, പിക്കിള്, ചില കടയിൽ എഗ്ഗ്, പപ്പടമൊക്കെ കൂട്ടി 160 വരുള്ളൂ. ഇതിപ്പോൾ സാധാരണക്കാരൻ്റെ കടയിൽ നിന്നാണല്ലോ പറയണത്. റേറ്റ് സാധാരണക്കാരൻ്റെ കടയിലായിട്ട് എനിക്ക് തോന്നിയില്ല. ബിരിയാണിക്ക് 120 ഒക്കെ വരും വിത്ത് പിക്കിള്, സാലഡൊക്കെ കൂട്ടി. റൈത്ത മാത്രമേ വാങ്ങിച്ചുള്ളൂ. 14 രൂപ എക്സ്ട്രാ കൊടുത്ത്. പപ്പടത്തിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഒഴിവാക്കി. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് കണ്ണൂർ കോക്ടെയിൽ. നോർമലായിട്ടുള്ള പോർഷൻ ഉണ്ടായിരുന്നു. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു. 80 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഷേക്കോ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുടിക്കാൻ മസ്റ്റായിട്ട് സ്ട്രോ വേണം. അതിന് ഇവിടെ വീണ്ടും ക്യാഷ് കൊടുക്കണം. അത് കുറച്ച് കഷ്ടമല്ല ചേട്ടാ. ഒട്ടും ന്യായമല്ലാത്ത കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണേ. സാധാരണക്കാരൻ്റെ കടയിൽ ഇങ്ങനെയൊക്കെ ചാർജ് ചെയ്യണത് കുറച്ച് കഷ്ടമാണ് കേട്ടോ. എൻ്റെ ടേസ്റ്റ്. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്ത കപ്പയും കാന്താരി ചമ്മന്തിയായിരുന്നു. കപ്പ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാന്താരി ചമ്മന്തി എന്ന് പറഞ്ഞ് എക്സ്ട്രാ ചാർജ് ചെയ്ത് കൊണ്ടുവന്ന സാധനത്തിന് ഉപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പറഞ്ഞ കാന്താരി ചമ്മന്തി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് സാധാരണ പച്ചമുളക് വെറുതെ അടിച്ചൊരു സാധനമായിരുന്നു. ഒക്കെ കറിയിലെടുക്കാൻ ജസ്റ്റ് കുത്തി ചതച്ചെടുക്കില്ല, അങ്ങനെ ഒരു പച്ചമുളക് ചതച്ച് കൊണ്ടുവന്ന് തന്നു. ഞാനത് റിട്ടേൺ ചെയ്തു. ഇത് ഉപ്പൊക്കെ ഇട്ട് തരാൻ പറഞ്ഞു, റിട്ടേൺ ചെയ്തായിരുന്നു. തരാൻ പറഞ്ഞു കൊടുത്ത സാധനം 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടും കിട്ടാതെ. അപ്പോൾ ഞാൻ വീണ്ടും പോയി ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര പൊളിറ്റായിട്ടൊക്കെ പറഞ്ഞത്. തരാമെന്ന് പറഞ്ഞു. എങ്കിലും ജസ്റ്റ് ഉപ്പ് ഇടാനായിട്ടാണെന്നും പറഞ്ഞാണല്ലോ കൊടുത്തത്. ടേസ്റ്റൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് 10 മിനിറ്റായിട്ടും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചമ്മന്തി വന്നു. ചമ്മന്തി കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഞാൻ കൊടുത്ത ചമ്മന്തിയുടെ കളറൊക്കെ ടോട്ടലി വ്യത്യാസമായിട്ടിരിക്കുന്നു. അപ്പോൾ കാര്യം പിടിയിട്ടിട്ടുണ്ടാവില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജസ്റ്റ് പച്ചമുളക് ആദ്യം ഇടിച്ചുകൊണ്ടുവന്നു. പിന്നെ രണ്ടാമത് ഞങ്ങൾ പോയി പറഞ്ഞപ്പോൾ വെള്ളവും ചൊറുക്കിയ ഉപ്പൊക്കെ ചേർത്തു അതൊന്നും കൂടി അടിച്ചു കൊണ്ടുവന്ന് തന്നായിരുന്നു. എന്നാലും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല. എനിക്ക് എക്സ്ട്രാ ക്യാഷ് ചാർജ് ചെയ്ത് തന്നത് ഇതുപോലെ ഉപ്പും ഒരു ടേസ്റ്റ് ഇല്ലാതെയൊക്കെ തന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ്. അതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നോർമൽ ബിരിയാണി, സാധാരണ ടേസ്റ്റ്. ഭയങ്കര ഹൈപ്പായിട്ട് പറയാനുള്ള അത്ര ടേസ്റ്റി ആയിട്ടുമല്ല, എന്നാൽ കൊള്ളില്ലാത്തതുമല്ല. ഒരു ആവറേജ് ബിരിയാണി ആയിട്ടാണ് ഫീൽ ചെയ്തത്. റേറ്റ് ആവറേജ് ഒന്നുമല്ല, എബോവ് ആവറേജാണ്. നല്ല കൂടുതലാണ്. ഹാഫ് ബിരിയാണി പിക്കിളും പപ്പടവും സാലഡായിട്ടൊക്കെ മേടിക്കുമ്പോൾ തന്നെ 200 മുകളിൽ പോവും. സാധാരണ നോർമൽ കടയിലൊക്കെ അത് 120, 130 കിട്ടുന്നതാണ്. പിന്നെ ഓർഡർ ചെയ്തത് കണ്ണൂർ കോക്ടെയിലായിരുന്നു. അത് എൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതും ആവറേജ് ആയിരുന്നു. പക്ഷേ ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നിയായിരുന്നു. 80 റേറ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എക്സ്ട്രാ ക്യാഷ് എടുക്കുന്നത് അതൊട്ടും ശരിയല്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണം. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത്
ഞാൻ പക്കവട ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുഴപ്പമില്ലായിരുന്നു, നല്ലത് തന്നെയായിരുന്നു. പക്ഷെ ചൂടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കി തരാനുള്ള സംവിധാനം പറ്റുമെങ്കിൽ ആക്കിയിരുന്നെങ്കിൽ നല്ലതായിരിക്കുമെന്ന് തോന്നി. പക്ഷേ പക്കവടയുടെ സൈസ് നമ്മുടെ മറ്റേ മിനിയേച്ചർ എന്നൊക്കെ പറയൂലേ, ബട്ടൺ സൈസ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്നാക്സും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ സാധാരണക്കാരൻ്റെ കടയിൽ നിന്ന് പറയണത് അത്ര ന്യായമുണ്ടെന്ന് തോന്നുള്ളൂ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എല്ലാത്തിനും. അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ഈച്ചേനെയും പൂച്ചേനെയൊന്നും ഞാൻ കണ്ടില്ല. അത്യാവശ്യം വെൽ ക്ലീൻഡായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യണത്. കഴിക്കാൻ വന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഫുഡ് ടേസ്റ്റ് വൈസ് ഓക്കെ, ആവറേജ് ആണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ബാഡായിട്ട് ഫീൽ ചെയ്തത് ഈ ചമ്മന്തിയുടെ കാര്യം. അതുപോലെ തന്നെ ഷെയ്ക്കും ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് സ്ട്രോയ്ക്ക് എക്സ്ട്രാ ചാർജ് ഈടാക്കണത് ഒട്ടും ന്യായമായിട്ട് തോന്നിയില്ലായിരുന്നു. പിന്നെ നല്ല സമാധാനത്തിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും, വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമാധാനത്തിലിരുന്ന് കഴിക്കാനായിട്ട് പറ്റും. അതൊരു പോസിറ്റിവിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പറഞ്ഞില്ലേ, എടപ്പള്ളി കഴിക്കാൻ പോയ എക്സ്പീരിയൻസും സെയിം ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ. പിന്നെ നമുക്ക് അവിടെ അത്രയും സ്പേസ് ഉണ്ടെങ്കിൽ ഒരു കാറൊന്നും പാർക്ക് ചെയ്യാനായിട്ടൊന്നും സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ സ്റ്റാഫൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അതായിരുന്നു ഫീൽ ചെയ്തത്. പക്ഷേ ഈ സെപ്പറേറ്റ് ചാർജിങ് സിസ്റ്റം ഒരു കാര്യത്തിൽ നല്ലതാണ്. പക്ഷേ ഈ സ്നാക്സിൻ്റെയൊക്കെ ഒപ്പം ചമ്മന്തിക്ക് ചാർജ് ചെയ്യാനൊക്കെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ സാധാരണക്കാരൻ്റെ കടയിലെ റേറ്റിംഗ് സിസ്റ്റമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം നല്ല ചാർജുണ്ട് എല്ലാ സാധനങ്ങൾക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ബൈ.